വിളിക്കുമ്പോഴും ഇല്ല മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിനുശേഷം വരാം. അതങ്ങനെ പറയുമ്പോ തന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സൗമ്യ ഇത് എത്താറാവണോ, അല്ലെങ്കിൽ ഇനി നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പിന്നോക്കം ഇല്ല, അല്ലെങ്കിൽ ഒരു പിൻവലിയില്ല, എത്രയും പെട്ടെന്ന് അത് നേടിയെടുത്തേ പറ്റുള്ളൂ എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ഒരാള് മന്ത്രിക്കുന്നത് പോലെയായിരുന്നു. അപ്പൊ അതങ്ങനെ തന്നെ എടുത്തു. ഇത്രയും സാഹചര്യമുള്ള സ്ഥിതിക്ക് അത് ദൈവാനുഗ്രഹം കൊണ്ട് സാധിക്കാനായിട്ട് സാധിച്ചു. അതാണ് തീരുമാനം. നമ്മൾ എത്രയും പെട്ടെന്ന് എടുക്കുക. തീരുമാനം എടുക്കാൻ വൈകുന്നോറും അല്ലെങ്കിൽ മടിച്ച് അത് വേണോ വേണ്ടയോ കിട്ടുവോ കിട്ടില്ലയോ അങ്ങനെയൊന്നുമില്ല. പ്രസ്റ്റീജിൽ നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അത് നമുക്ക് നമ്മൾ തീരുമാനിക്കുന്നതിനേക്കാൾ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും വളരെ സന്തോഷം. പ്രത്യേകിച്ച് ആ പറഞ്ഞ പോയിന്റ് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാം. അപ്പോ ബുദ്ധിമുട്ട് തരണം ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയി. അപ്പൊ എന്തായാലും അത് വളരെ നല്ലൊരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയത്തില് ഉണ്ണിയേട്ട എന്താ പറയാനുള്ളത്? ഹലോ ഉണ്ണിയേട്ടാ, ഈ വിഷയത്തിൽ അതായത് ഇപ്പൊ ഈ ഒരു സക്സസ് ഇപ്പൊ ഒരു 7 മാസം കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ സക്സസിനെ എങ്ങനെ വിലയിരുത്തുന്നു, എന്താണ് പറയാനുള്ളത്? അതിനകത്ത് ഇപ്പൊ സൗമ്യ പറഞ്ഞ പോലെ ടൂൾസ് ഒരു വലിയ കാര്യമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പ്രൊഫഷണൽ കമ്പനിയിലെ ഞങ്ങളുടെ ഈ രാവിലത്തെ സെഷൻ രാവിലെ 5 മണിക്കാണ്. 5 മണിക്ക് ഏകദേശം 1 വർഷം കോവിഡ് സമയത്ത് 1 വർഷം ചെയ്തത് ഈ 1 വർഷം ഞാൻ തന്നെയാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. തോന്നല് വരാൻ തുടങ്ങും. അപ്പൊ എന്താകും, നമ്മ ഇങ്ങനെ എടുക്കണം താമസന പറയും. അപ്പോഴും തരത്തിലാണ് വഴി. ഹലോ, ഓക്കെ. ഇപ്പൊ നേരത്തെ പ്രൊഫഷണൽ കമ്പനിയിൽ ഈ മിറാക്കിൾ മോർണിംഗ് നല്ല പേരെങ്കിൽ പോലും ഇതുപോലെ രാവിലെ 4:30 എഴുന്നേക്കണം. ഇപ്പൊ വെങ്കടേഷ് സാറ് എഴുന്നേക്കുമ്പോൾ ഇരുന്ന് ഇതെല്ലാം ഓണാക്കി വെച്ച്, അല്ലെങ്കിൽ സുധീഷ് സാർ ചെയ്യുമ്പോൾ രാവിലെ ഓണാക്കി വെച്ച് ആ പരിപാടി ഒന്നും ചെയ്യേണ്ടാതെ വന്നപ്പോ തന്നെ ഞാൻ ഇതിൽ വിജയിക്കും. കാരണം ഞാൻ 2 മണിക്കും 3 മണിക്കൊക്കെ പോയിട്ട് പല വഴിക്കും വരുന്നത്. എന്നിട്ട് ഈ സംഭവം ഓണാക്കി വെക്കണം, ഇരിക്കണം. മാത്രമല്ല അവിടെ ഈ ചായക്കട നടത്തുന്നത് കംപ്ലീറ്റ് ഞാനാണ്. ചായ അടിക്കണം, പാത്രം കഴുകണം, കാശ് മേടിക്കണം, ചായ കൊണ്ടു കൊടുക്കണം, ഈ പണി മുഴുവൻ ചെയ്യുന്നത് ഞാനാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ചായ കുടിച്ചാൽ മതി. ഇപ്പൊ രാവിലെ എഴുന്നേക്കുക, ഇത് ഓണാക്കി വെക്കുക, ചായ കുടിക്കുക, അടുത്ത പരിപാടിക്ക് പോവുക. അപ്പോ ഇത് ടീമിലുള്ള ആൾക്കാരോടും കയറിയിരിക്കാൻ പറഞ്ഞു, അവർക്കും സൗകര്യമായി. അപ്പൊ ഈ ഒരു ടീമിന്റെ കൂടെ വന്നതാണ് സ്പീഡ് കിട്ടിയ മറ്റൊരു കാര്യം. ഇങ്ങനൊരു സിസ്റ്റവും കാര്യം ഇന്ത്യൻ ടീമിന്റെ കൂടെ വരികയും അതില് നമ്മുടെ ഭരത് സാറിന്റെ ടീമിൽ തന്നെ എത്തിച്ചേരാൻ പറ്റിയതൊക്കെയാണ് ഒരു ഭാഗ്യമായിട്ട്. പിന്നെ ഞാൻ പല മീറ്റിങ്ങിലും പറയാറുണ്ട്, എനിക്ക് 2 അച്ഛനാണ്. ഒന്ന് ഭരത് സാറാണ്, ഒന്ന് സുധീഷ് മർനാടാണ്. അപ്പൊ ഒരു പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആർക്കും ഈ ഒരു ഭാഗ്യം ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഭരത് സാർ ആദ്യം കൊണ്ടുവന്ന ജ്യോതിഷ് സാറിന് പോലും കിട്ടാത്ത ഭാഗ്യമാണ്. ജ്യോതിഷ് സാർ വന്ന സമയത്ത് സുധീഷ് സാർ എന്തായാലും വർക്കിന് പുള്ളിയോട് പോകില്ല. അപ്പൊ എനിക്ക് ഭരത് സാറിന്റെ പ്രോഗ്രാം, സുധീഷ് സാറിന്റെ പ്രോഗ്രാം ഒരുപോലെ കിട്ടുന്ന. പിന്നെ അതിനകത്ത് നമുക്കുണ്ടായ ഒരു ഈ വന്നിരിക്കുന്ന നമ്മുടെ ടീമംഗങ്ങൾ വന്നിരിക്കുന്നതിൽ എല്ലാ മേഖലയിലും ഒരു പോസിറ്റീവ് മനോഭാവമുള്ളവർക്കും അല്ലെങ്കിൽ എനർജി ലെവൽ കറക്റ്റ് ആയിട്ടുള്ളവർക്ക് ഏതെങ്കിലും മേഖലകളിൽ വരാൻ പറ്റും. ഇപ്പൊ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ഈ മേഖലയിൽ ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി അനേകമുണ്ട്. അതിൽ വെസ്റ്റീജിൽ വരണമെങ്കിൽ പോലും ഒരു എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടാവും. ഇപ്പൊ പലരും വരാറുണ്ട്, എനിക്ക് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഭയങ്കരം. ഇപ്പൊ ഇന്നലെ തന്നെ ഉണ്ടായൊരു സംഭവം കൊച്ചി ഓഫീസിലല്ല, മിനിയാന്ന് ഇന്നലെ കൊച്ചി ഓഫീസിലുണ്ടായൊരു സംഭവം. കാരണം നമ്മുടെ ടീമിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു ചേച്ചിയുടെ ബാക്ക്ഗ്രൗണ്ട് ടൗണിൽ തന്നെയാണ്. അവര് ഏതോ ഒരു പ്രോഡക്റ്റ് വർഷങ്ങളായിട്ട് അവരുടെ 2 കൈയും നിവരില്ലായിരുന്നു. 2 ദിവസം കൊണ്ട് അവരുടെ കൈ ആ മറ്റേ മരവിപ്പ് മാറുകയും കാലിന്റെ മരവിപ്പ് മാറുകയും ചെയ്തു. അവരിതിലെ കൊച്ചി ഓഫീസ് നടന്ന ഏതോ ഒരു സിഇഒയിൽ പോയി അവിടെ പ്രസന്റ് ചെയ്തത്. അവരുടെ ടെസ്റ്റിമണി ആയിട്ട് പറഞ്ഞവര് എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രോഡക്റ്റിന്റെ ലെവലിൽ ഒത്തിരി ആൾക്കാർക്ക് ഗുണം ലഭിക്കും. അപ്പോ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് പ്രോഡക്റ്റ് അസുഖം മാറുന്ന രീതിയിലല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ല ഈ ബിസിനസ്. എങ്കിൽ പോലും ആളുകൾക്ക് ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ വീണ്ടും വേണം. ഇപ്പൊ തന്നെ ഇപ്പൊ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന പലർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ബിസിനസ് ശരിക്കും മുന്നോട്ട് നയിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ടൂൾസ് ഒരു വളരെ പ്രധാനപ്പെട്ട, ഏത് ഈ ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ ആ ഫ്ലിപ്ചാർട്ട് വെച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റും. അവരുള്ളിൽ നിന്നും എടുക്കേണ്ട ആവശ്യമില്ല. സൗമ്യം പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ഫ്ലിപ്ചാർട്ട് ഒന്നും ഉപയോഗിച്ച് അങ്ങനെ കൂടുതൽ ചെയ്യാറില്ല. കാരണം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളെങ്ങനെയാണെന്ന് ആദ്യം ഞാൻ നോക്കും. ഇത് കുലുങ്ങുന്ന തേങ്ങയാണെന്ന് ആദ്യം തന്നെ നോക്കും. കുലുങ്ങുന്ന തേങ്ങ നമുക്ക് കിട്ടിയിട്ട് കാര്യമുള്ളൂ. കുലുങ്ങുന്ന തേങ്ങയാണെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ സംസാരിക്കാറ്. അപ്പൊ പുതിയ ആൾക്കാർക്ക് അതറിയില്ല ഇത് കുലുങ്ങുന്ന തേങ്ങയാണോ. അവർ ആദ്യം തേങ്ങ കുലുക്കി നോക്കണം. തേങ്ങ കുലുക്കി നോക്കാൻ പഠിക്കാനാണല്ലോ പോയിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ബിസിനസ് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലതാണ് ഈ ഫ്ലിപ്ചാർട്ട്.
വെറുതെ അത് ഫ്ലിപ്ചാർട്ട് ഉപയോഗിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി അതാ പറയേണ്ടത് അതൊക്കെ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് പറയുകയും ചെയ്യാം. പിന്നെ നമ്മുടെ സംസാരിക്കുന്ന പ്രോഡക്റ്റ് ആണല്ലോ, ഡെമോ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നു, മറ്റു പല കമ്പനികളെയും തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻ നമുക്കുണ്ട്. ഇതൊക്കെ വലിയ കാര്യം. പിന്നെ ഇവിടെ ബിസിനസ്സിലായിട്ട് ഇപ്പൊ സാർ തുടങ്ങിയ സമയത്ത് 1 lakh ഇൻകത്തിലേക്ക് വന്നു. ഈ 1 lakh ഇൻകത്തിൽ എന്റെ ടീമിൽ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും ഓരോ PV-ക്കും ഒരു കടമയുണ്ട്. ആ ഓരോ PV-യും ചേർന്നാണ് ഞാൻ 1 lakh എത്തിയത്. ഞാൻ അവരോട് പ്രത്യേകം നന്ദി പറയും. കാരണം അവര് കൊണ്ടുവന്ന ഓരോ PV-കളും എന്റെ വളർച്ചയ്ക്ക് സഹായമായിട്ടുണ്ട്. ഇത് അവരുടെ വളർച്ചയ്ക്ക് സഹായമാണെങ്കിൽ പോലും ആ ഒരു PV-യാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ SP സാറിന് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിദ്ധാർത്ഥ് സിംഗ് കോടികൾ വാങ്ങുന്നുണ്ട്, ബരാജ് സാറിന് ലക്ഷങ്ങൾ ഓരോ PV-യാണ്. ഇവിടെ പെട്ടെന്ന് ഈ PV-യിലെത്തി 1 lakh എത്താൻ സഹായിച്ചതും ടീമംഗങ്ങളുടെ ആ ഒരു PV-യും അവരുടെ വർക്കും അവര് നമ്മുടെ ഒപ്പം ചേർന്ന് നിന്നതും. ഞാൻ പലപ്പോഴും മീറ്റിംഗിൽ പറയാറുണ്ട്, നിങ്ങളൊരു പശ പോലെ ഒട്ടാൻ തയ്യാറായാൽ നെറ്റ്വർക്കിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു നല്ല കമ്പനിയാണ് വെസ്റ്റ്. അത് ചേർന്ന് നിന്നാൽ മതി. ഇപ്പൊ ഇന്ത്യൻ ടീമിന്റെ ഒപ്പം ചേർന്ന് നിന്ന് ഇപ്പൊ FRU വരുന്നു, അതുപോലെ EDS വരുന്നു. ഇതൊക്കെ നമ്മൾ പോണം. പോയി ബരാജ് സാറ് പറയും പോലെ ഫംഗ്ഷൻ ടു ഫംഗ്ഷൻ അതാണ് നടക്കുന്നത്. ഓരോ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ സാധ്യത മനസ്സിലാവുന്നത്. ഇപ്പൊ നമ്മുടെ EDS-ന് വരുന്ന ഇന്ന ആള് സംസാരിക്കുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തട്ടുന്ന ഏതെങ്കിലും പോയിന്റ് അവർ സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് ചെയ്യാൻ തോന്നും. അപ്പോ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഇതൊരു വെസ്റ്റീജ് ഒരു കടലാണ്. ആ കടലുകളിൽ പോയി നിങ്ങൾ കപ്പ് കൊണ്ട് വെള്ളം കോരി എടുക്കാണ്ടിരിക്കും. കപ്പ് കൊണ്ട് കോരി എടുക്കാൻ ആൾക്കാർ ശ്രമിക്കുകയാണ് ഈ കടലിൽ നിന്ന്. അത് വലിയ പാത്രമായിട്ട് പോയി, വലിയ 1000-ന്റെയും 10,000-ന്റെ ഒക്കെ ടാങ്കുമായിട്ട് പോയി കോരി എടുക്കാൻ പറ്റുന്ന സമയം എവിടെയാണ്? അന്നേരം ആൾക്കാര് കപ്പ് കൊണ്ട് കോരി എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ അതുപോലെ അതിനെ കണ്ടുകൊണ്ട് ഇറങ്ങുക. ഇതൊരു 2 എഞ്ചിൻ വെച്ച ഒരു വിമാനമാണ്. നമ്മൾ ഒരു എഞ്ചിനുള്ള വിമാനം ഓടിച്ചു കഴിഞ്ഞാൽ കേടായി കഴിഞ്ഞപ്പോ 2 എഞ്ചിനുള്ള വിമാനമല്ല മിക്കവാറും ആൾക്കാർ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നതെന്നും, ഒറ്റ എഞ്ചിനുള്ള വിമാനമാണ് ഉപയോഗിക്കുന്നതെന്നും, 2 എഞ്ചിനുള്ള വിമാനമാണ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആണ് വെസ്റ്റീജ് എന്ന് ഉള്ള തിരിച്ചറിവാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത സംഭവം. ഓക്കെ, ഇപ്പൊ ഈ ഒരു സക്സസിനെ ഇങ്ങനെ വിലയിരുത്തുന്നു. ഇനി ഫ്യൂച്ചറിനെ സംബന്ധിച്ച് എന്താണ് കാണുന്നത്? അതായത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, വളരെ സീരിയസ് ആയിട്ട്